നമുക്കൊരു അടിപൊളി പാസ്ത ഉണ്ടാക്കാം. അതിനായി ഒരു കടായിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് ചൂടാവുമ്പോൾ ഒരു വല്യുള്ളി കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ക്യാപ്സിക്കം ഇട്ട് വഴറ്റുക. ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ ചേർക്കുന്ന മസാലപ്പൊടികളിൽ മാറ്റങ്ങൾ ചിലർക്ക് വേണ്ടി വരും. പലർക്കും പല രീതിയിലാവും. ചിലർക്ക് നല്ല സ്പൈസി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്ര വേണ്ടി വരില്ല. അപ്പോൾ അതിനനുസരിച്ച് പൊടികളിൽ മാറ്റം വരുത്താം. ഇനി കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ ബിരിയാണി മസാലയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം അതിലോട്ടൊരു ചെറിയ കപ്പ് നിറയെ ടൊമാറ്റോ സോസും ഒരു 1/2 കപ്പ് സോയാ സോസും ഒഴിക്കുക. ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, പക്ഷേ ഞാൻ പിന്നീട് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് സോസിൻ്റെ അളവ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവസാനം ചേർത്തു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോയിൽ വേറെ അളവും വോയിസിൽ വേറെ അളവും വന്നത്. പിന്നീട് ഒരു 2 സ്പൂൺ വെള്ളം ചേർക്കണം, പക്ഷേ ഞാൻ മറന്നു കേട്ടോ, പിന്നീടാണ് ഒഴിച്ചത്. വേവിച്ച് വെച്ച് ചിക്കൻ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച പാസ്ത ചേർക്കുക. നന്നായി യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യുക. മറ്റൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ പാസ്ത റെഡി.